എജ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദേശരക്ഷ പരമോ ധർമ്മഃ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പുരാ കാശ്മീരേഷു നന്ദിനി ദേവി നാമിക കാചിത് ഗ്രാമിണ വസതി സ്മ. തസ്യാഹ ചത്വാരः പുത്രാः ആസൻ. സർവേഷാം വിദ്യാഭ്യാസാധികം വിധിവത് നിരൂഹ്യ സാ പരിവാരം പാലയതി സ്മ. പുര പണ്ട് കാശ്മീരിൽ നന്ദിനി ദേവി നാമിക, നന്ദിനി ദേവി എന്നു പേരായിട്ടുള്ള ഒരു ഗ്രാമിണ ഉണ്ടായിരുന്നു. തസ്യാഹ ചത്വാരः പുത്രാः ആസൻ. അവർക്ക് 4 പുത്രന്മാർ ഉണ്ടായിരുന്നു. സർവേഷാം വിദ്യാഭ്യാസാധികം വിധിവത് നിരൂഹ്യ സാ പരിവാരം പാലയതി സ്മ. അവർക്ക് വേണ്ട വിദ്യാഭ്യാസം എല്ലാം കൊടുത്തിട്ട് അവരെ അവരുടെ കുടുംബത്തിൽ നന്നായിട്ട് പരിപാലിച്ച് പോന്നിരുന്നു. കാലാന്തരെ രാജസീമായാം കലഹഃ സഞ്ജാതഃ. കാലങ്ങൾക്ക് ശേഷം എന്തുണ്ടായി? രാജ്യ അതിർത്തിയിൽ കലഹം ഉണ്ടായി. സീമാരക്ഷണായ സൈനികാനാം ദൗർലഭ്യം അഭവത്. രാജ്യ അതിർത്തിയിൽ കലഹം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വേണ്ട സൈനികരുടെ കുറവുണ്ടായി, ദൗർലഭ്യം അനുഭവപ്പെട്ടു. സീമാരക്ഷായ സൈനികായാം ദൗർലഭ്യം അഭവത്. സീമയെ രക്ഷിക്കുന്നതിന് വേണ്ടി, രാജ്യ അതിർത്തിയെ കാക്കുന്നതിന് വേണ്ടി അവിടെ സൈനികന്മാരുടെ കുറവുണ്ടായി. അതഃ ഗ്രാമമുഖ്യഃ ഗ്രാമീണാൻ ഏവം അവദത് ഭോ ദേശശേഷാ ദുർദശ. ഇങ്ങനെ അതിർത്തി കാക്കാൻ സൈനികന്മാരുടെ കുറവുണ്ടായപ്പോൾ ഗ്രാമമുഖ്യൻ ആ ഗ്രാമത്തിലുള്ളവരോട് പറഞ്ഞത് എന്താണ്? അല്ലയോ, ദേശത്തിന് ഇപ്പോൾ കഷ്ടത വന്നിരിക്കുന്നു, ദുർദശ വന്നിരിക്കുന്നു. പിന്നെയോ ഉപായ ഏക ഏവ, ഒരേ ഒരു ഉപായമേ ഉള്ളൂ. ഭവന്തഃ ഏകൈകം യുവാനാം ആവശ്യം ദേശരക്ഷൈ പ്രേഷയന്തു ഇതി. അപ്പോൾ ഗ്രാമമുഖ്യൻ എന്താണ് പറഞ്ഞത്? ഈ അതിർത്തി കാക്കുന്നതിന് വേണ്ടി, ഗ്രാമത്തിൻ്റെ ഈ അതിർത്തി കാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരോ യുവാക്കളെ എന്തു ചെയ്യണം? ഈ സൈന്യത്തിലേക്ക് അയക്കാനായിട്ട് ആര് പറഞ്ഞു? ഗ്രാമമുഖ്യൻ പറഞ്ഞു. മുഖ്യസ്യ ആദേശാനുസാരം നന്ദിനി ദേവി ജ്യേഷ്ഠം തനയം പ്രൈഷയത്. ഏവമേവ സർവഭി കൃതം. ഈ ഗ്രാമമുഖ്യൻ പറഞ്ഞത് കേട്ടിട്ട് നന്ദിനി ദേവി എന്താ ചെയ്തേ? നന്ദിനി ദേവിയുടെ മൂത്ത മകനെ എന്ത് ചെയ്തു? അതിർത്തിയിലേക്ക് അയച്ചു. അതുപോലെ തന്നെ എന്ത് ചെയ്തു? എല്ലാ ഗ്രാമത്തിലുള്ള എല്ലാ അമ്മമാരും അല്ലെങ്കിൽ എല്ലാവരും എന്ത് ചെയ്തു? അവരുടെ പുത്രന്മാരെ അയച്ചു. തഥാപി ജനവലേന ദേശരക്ഷ അപൂർണമഭവത്. അത്രയൊക്കെ ആളുകൾ ഉണ്ടെങ്കിലും എന്ത് ചെയ്തു? ഈ ദേശരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആളുകളുടെ കുറവ് വീണ്ടും ഉണ്ടായി. അതഃ സാ ശിഷ്ടാൻ പുത്രാൻ ആഹൂയ അവദത് പുത്രാഃ ദേശരക്ഷണം അസ്മാകം ധർമ്മഃ അതഃ തദേവ കാര്യം സ്വീകുരുത് ഇതി. അതുകൊണ്ട് എന്ത് ചെയ്തു? നന്ദിനി ദേവി തൻ്റെ ബാക്കിയുള്ള പുത്രന്മാരെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? പുത്ര, ദേശത്തിനെ രക്ഷിക്കുന്നത് നമ്മളുടെ ധർമ്മമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ചെയ്യണം എന്ന് എന്ത് ചെയ്തു? നന്ദിനി ദേവി തൻ്റെ പുത്രന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു. മാതുരാജ്ഞയ, അതായത് മാതാവിൻ്റെ ആജ്ഞ കേട്ടിട്ട് ക്രമേണ ഏകൈക സീമാം പ്രാപ്യ. നന്ദിനി ദേവി തൻ്റെ പുത്രന്മാരോട് വിളിച്ചിട്ട് പറഞ്ഞു, എന്ത്? നിങ്ങളും ഗ്രാമം രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്, അതുകൊണ്ട് നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട്, മാതാവിൻ്റെ ആജ്ഞ കേട്ടിട്ട് ആ നന്ദിനി ദേവിയുടെ പുത്രന്മാർ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്തു? സീമ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അതിർത്തിയിലേക്ക് പോയി. എന്നിട്ട് ദേശത്തെ സംരക്ഷിക്കുന്നതിൽ മുഴുകി. അവർ ആ കർത്തവ്യത്തിൽ മുഴുകിയിരുന്നു. എന്നിട്ടും എന്തായി? സൈനികന്മാരുടെ കുറവുണ്ടായി. അപ്പോൾ ആ കുറവ് ഉണ്ടെന്ന് ഗ്രാമമുഖ്യൻ വീണ്ടും എന്ത് ചെയ്തു? ഗ്രാമത്തിലുള്ളവരോട് ഗ്രാമമുഖ്യൻ പറഞ്ഞു. ശ്രുത്വേതാത് നന്ദിനി ദേവി രോദിതും ആരഭത്.
ഇത് കേട്ടിട്ട് അപ്പം ഈ ഗ്രാമമുഖ്യൻ ഇത് പറയുന്നത് കേട്ടിട്ട് നന്ദിനി ദേവി എന്ത് ചെയ്തു? കരയാനായിട്ട് തുടങ്ങി. തഥാ കാചിത് താനുപഗമ്യ രോദന കാരണമപൃച്ഛത്. അപ്പോൾ എന്ത് ചെയ്തു? മറ്റൊരു സ്ത്രീ ഈ നന്ദിനി ദേവി കരയുന്നതിൻ്റെ കാരണം അന്വേഷിച്ചു. എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നന്ദിനി ദേവി എന്താ പറഞ്ഞത്? ദേശരക്ഷ പരമോ ധർമ്മ. ദേശത്തെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പരമമായ ധർമ്മമാണ്. ഇതഹ പരം പ്രേഷയിതും പഞ്ചമഹാപുത്രോ നാസ്തി മേ ദുഃഖം. ഇതി ദൃഢമനസാ നന്ദിനി ദേവി ന്യാവേദയത്. രാജ്യത്തെ രക്ഷിക്കുന്നത് നമ്മുടെ പരമമായ ധർമ്മമാണ്. പിന്നെന്താ പറഞ്ഞത്? ഇനിയും ഒരു പുത്രനെ അയക്കാൻ എനിക്ക് അഞ്ചാമതൊരു പുത്രനില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ദുഃഖമെന്ന് നന്ദിനി ദേവി എന്ത് പറഞ്ഞു? ഉറച്ച മനസ്സോടെ നന്ദിനി ദേവി പറഞ്ഞു. അതിനുശേഷം ഒരു ചൊല്ലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജനനി ജന്മഭൂമിശ്ച സ്വർഗാദഭിഗരിയസി. ജനനി ആരാണ്? അമ്മ. ജന്മഭൂമി, ജനിച്ച സ്ഥലം. അപ്പം ജനനിയും ജന്മഭൂമിയും ജന്മനാടും സ്വർഗത്തേക്കാൾ മഹത്വമുള്ളതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.